ടാസ്ക് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ ടാസ്ക് ബിഗ് ബോസ് പറയുന്നത് മോഷ്ടിക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ആരും സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുക അത് കറക്റ്റായിട്ട് മോഷ്ടിക്കാനാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ടാസ്ക് വരുമ്പോൾ വേറൊരു ടാസ്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ആയിരിക്കും പറയേണ്ടത്. ഇപ്പോൾ ടാസ്കിനനുസരിച്ചാണ്. ഇപ്പോൾ ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത്, ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് വരുന്ന പന്തിനനുസരിച്ച് നമുക്ക് അടിക്കാൻ പറ്റും. അല്ല ഞാൻ അടുത്ത് എറിയാൻ പോകുന്നത് ഫുൾ ടോസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ യോർക്കർ പറഞ്ഞ് സംഭവം എന്നിരിക്കുക, അല്ലെങ്കിൽ ബൗണ്ടറി പറഞ്ഞ് മൂക്കാമണ്ട പൊട്ടിയെന്നിരിക്കുക. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് വരുന്ന പന്തിനനുസരിച്ച് അടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്ലാനിങ്ങുകളും തോട്ടുകളും ഒക്കെ നമുക്ക് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. എന്നാലും പുറത്തിറങ്ങിയപ്പോ ചേച്ചി പറഞ്ഞു കൊടുത്തോ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടാ നിങ്ങൾക്ക് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു? കിട്ടിയില്ല. നെഗറ്റീവ് ഒന്നും എല്ലാം പോസിറ്റീവ് ആയി. അയ്യോ അഖിലനോട് ഒരു കാര്യം ത്രില്ലെല്ലാം പോയി, എല്ലാ ത്രില്ലും പോയി. എന്നെ ആൾക്കാരെ കുറ്റം പറയണം. നമുക്ക് എനിക്ക് ചോദിച്ചിരിക്കെ ഇപ്പൊ ഞാൻ പ്രശ്നം ഇപ്പൊ ഞാൻ ബിഗ് ബോസിനകത്ത് ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ആളായിരുന്നല്ലോ. എന്റെ അതേ സ്വഭാവം ഞാനിപ്പോ കാണിച്ചെങ്ങിരിക്കും. ആൾക്കാരുടെ ഇവ മഹാഹങ്കാരിയാണ്. ഇത് അന്നേരം ആരെങ്കിലും പറയൂ ഈ അഖിൽ പണ്ട് അവിടാണ് പ്രശ്നം. അതായത് നമുക്ക് റിയലി വരുന്നൊരു ഇമോഷൻസ് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഓഡിയൻസ് പെട്ടെന്ന് നമ്മളെ വേറൊരു ലെവലിൽ ചിത്രീകരിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പ്രശ്നം.